വെൽക്കം ടു ലേണിനോ. LDC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ലഘുഗണിതത്തിലെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 1.44. ഇവിടെ 144ന്റെ വർഗമൂലം 12 ആണ്. അപ്പോൾ 1.44ന്റെ വർഗമൂലം 1.2 ആയിരിക്കും. കാരണം സംഖ്യയിൽ ദശാംശ സ്ഥാനത്ത് ഒരക്കമാണുള്ളതെങ്കിൽ അതിൻ്റെ വർഗത്തിൽ 2 അക്കങ്ങൾ ഉണ്ടായിരിക്കും. തിരിച്ച് വർഗമൂലം കാണുമ്പോഴും ദശാംശം കഴിഞ്ഞ് 2 അക്കങ്ങളാണെങ്കിൽ വർഗമൂലത്തിൽ 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1.44ന്റെ വർഗമൂലം കാണാൻ 144ന്റെ വർഗമൂലം 12 ദശാംശം 1.2 എന്ന് എഴുതാം. ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിലെ 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 ആണ്. ടീച്ചറെയും കൂടി ചേർത്തപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. ടീച്ചറുടെ വയസ്സ് എത്ര? ഇത് ചെയ്യുന്നതിന് 30 കുട്ടികളുടെ ശരാശരി വയസ്സ് 10 എന്നാണ് പറഞ്ഞത്. അപ്പൊ 30 കുട്ടികളുടെ ആകെ വയസ്സ് 30 × 10 300 ആയിരിക്കും. ടീച്ചറെ കൂടി കൂട്ടിയപ്പോൾ 33 പേരായി. ശരാശരി 11 ആണ്. അപ്പൊ 31 പേരുടെ ആകെ വയസ്സ് 31 × 11 341. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടീച്ചറുടെ വയസ്സ് 341 - 300 = 41. ഇതിലെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ ഭിന്നസംഖ്യയിലെയാണ്. 7/8 തുല്യം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. അപ്പൊ ഇതിലേതൊക്കെ 7/8ന്റെ തുല്യ ഭിന്നങ്ങളാണ് എന്ന് നോക്കാം. ഇവിടെ 14/16 എന്ന് പറഞ്ഞാൽ 7/8നെ അംശത്തിനെയും ഛേദത്തിനെയും ഒരേ സംഖ്യ കൊണ്ട് ഗുണിച്ചതാണ്, 2 കൊണ്ട് ഗുണിച്ചതാണ്. 7നെ 2 കൊണ്ട് ഗുണിച്ചു 14, 8നെ 2 കൊണ്ട് ഗുണിച്ചു 16. അപ്പൊ ഇത് 7/8ന് തുല്യാണ്. ഇനി അടുത്തത് 35/40. 7നെ 5 കൊണ്ട് ഗുണിച്ചു 35, 8നെ 5 കൊണ്ട് ഗുണിച്ചു 40. അപ്പൊ ഇതും 7/8ന് തുല്യമാണ്. ഇനി 70/80 എന്ന് പറഞ്ഞാൽ അവിടെ 10 കൊണ്ട് ഗുണിച്ചതാണ്. 7 × 10 70, 8 × 10 80. ഇനി 21/32 എന്ന് പറയുമ്പോൾ അതിന് തുല്യമാകുന്നില്ല. 7നെ 3 കൊണ്ട് ഗുണിച്ചാൽ 21, 8നെ 3 കൊണ്ട് ഗുണിച്ചാൽ 24 ആണ് കിട്ടേണ്ടത്. ഇവിടെ 32 ആണ്. അതുകൊണ്ട് 7/8ന് തുല്യം അല്ല. അപ്പൊ 7/8ന് തുല്യമല്ലാത്തത് 21/12 ആണ്. അപ്പൊ ഇത് ഓപ്ഷൻ സി ആണ് ഇതിലെ ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2, 4, 8, 7 എന്നിവയുടെ ലസാഗു എത്ര? ലസാഗു കാണുന്ന വിധം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നു. ഇതില് നമുക്ക് ഒന്നിലധികം സംഖ്യകളിലെ പൊതുഘടകമായിട്ട് ഏതാണോ ഉള്ളത് എന്ന് നോക്കാം. അപ്പൊ ഇവിടെ 2 ഉണ്ട്. 7ന് ഘടകങ്ങളില്ല. അപ്പൊ 2 എഴുതി. 2നെ 2 കൊണ്ട് ഹരിച്ചു 1, 4നെ 2 കൊണ്ട് ഹരിച്ചു 2, 8നെ 2 കൊണ്ട് ഹരിച്ചു 4, 7 അതേപോലെ ഇറക്കി എഴുതി. ഇനി വീണ്ടും 2നും 4നും 2 പൊതുഘടകമായിട്ടുള്ളത് കൊണ്ട് ഇവിടെ എഴുതി. 1 അതേപോലെ ഇറക്കി എഴുതി. 2ൽ 2 ഒരു പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 7 അതേപോലെ ഇറക്കി എഴുതി. ലസാഗു കാണുന്നതിന് ഈ ഘടകങ്ങൾ എല്ലാം കൂടി ഗുണിച്ചാൽ മതി. അപ്പൊ നമുക്ക് 56 എന്ന് കിട്ടും. അപ്പൊ ഈ ചോദ്യത്തിലെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്തത് ദശാംശ സംഖ്യകൾ കൂട്ടുന്ന ഒരു കണക്കാണ്. ഇതിൽ എപ്പോഴും നമ്മളത് സ്ഥാനക്രമം അനുസരിച്ച് എഴുതി കൂട്ടിയാലാണിത് ശരിയാവും. അപ്പൊ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇവിടെ ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ദശാംശം കഴിഞ്ഞു വരുന്നത് ദശാംശത്തിൽ നിന്നും ക്രമത്തിൽ എഴുതി പോണം. ദശാംശത്തിന് ഇടതുഭാഗത്തുള്ളത് ഇടത്തോട്ടും ക്രമത്തിൽ എഴുതണം,
ദശാംശം കഴിഞ്ഞിട്ടുള്ളത് വലത്തോട്ടും ക്രമത്തിൽ എഴുതി പോകണം. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ 8 4 കൂട്ടി അങ്ങനെ 12, ബാക്കി 1 7, 7 5 12, 2 5 17, 3 20, ബാക്കി 2 5 11 6 17, ബാക്കി 1 10 13, ബാക്കി 1 ഇവിടെ കൂട്ടി 9 1 10, 10.3702. അപ്പം ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരാൾ 1400 രൂപയ്ക്ക് വാങ്ങിയ സൈക്കിൾ 10% നഷ്ടത്തിൽ വിറ്റു എങ്കിൽ വിറ്റ വില എത്ര? ഈ 1400ന്റെ 10% എന്ന് പറയുന്നത് 1400 × 10/100 ആണ്, 140. അപ്പോൾ 1400 രൂപയിൽ നിന്നും 140 കുറച്ചാൽ 1260 രൂപയാണ് വിറ്റ വില. ഇതിലെ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകളുടെ തുക എത്ര? അപ്പൊ ആദ്യത്തെ 5 അഭാജ്യ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ആണ്, അടുത്തത് 3, അടുത്തത് 5, അടുത്തത് 7, അത് കഴിഞ്ഞാൽ 11. കൂട്ടിയാൽ 28 കിട്ടും. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഭിന്നസംഖ്യകളുടെയാണ്. 2/5, 3/4, 8/9, 5/7. ഇവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത് എന്നാണ് ചോദ്യം. ഈ ഭിന്നസംഖ്യകളിൽ വലുതും ചെറുതും അറിയണമെങ്കിൽ പല മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഛേദങ്ങൾ ഒരേപോലെയായി സമാന ഭിന്നങ്ങൾ എഴുതുക, അല്ലെങ്കിൽ അംശം ഒരേപോലെയായി എഴുതുക. അപ്പൊ ഇതില് ഇപ്പൊ 4, 9, 7, 5 ഒക്കെ ഉണ്ട്. നമുക്ക് ലസാഗു കണ്ടിട്ട് ഛേദം ഒരുപോലെ ആക്കാം, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ അടുത്ത ഒരു മാർഗമുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകളൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ 2 സംഖ്യകൾ എഴുതി 2/5, 3/4. ഇതിനെ 2 × 4, ആദ്യത്തേതിൻ്റെ അംശം രണ്ടാമത്തേതിൻ്റെ ഛേദവും തമ്മിൽ ഗുണിച്ചു, ആദ്യത്തേതിൻ്റെ ഛേദവും രണ്ടാമത്തേതിൻ്റെ അംശം തമ്മിൽ ഗുണിച്ചു. അപ്പം 8 15 എന്ന് കിട്ടി. ഇതിലേതാണ് വലുത്? 15 ആണ്. അപ്പം ഈ ചിഹ്നം ഉപയോഗിച്ചു ഇവിടെ. 8 ചെറുതും 15 വലുതും. ഇതേപോലെ ഈ 2 എണ്ണവും ചെയ്തു, അടുത്ത 2 എണ്ണം ചെയ്തു. അപ്പോൾ ഇവിടെ 7 × 8 56, 9 × 5 45. ഇവിടെ 56 ആണ് വലുത്. അപ്പോൾ ഈ ചിഹ്നം ഉപയോഗിച്ചു. അപ്പൊ ഇതില് നമുക്ക് വലുതാണ് ആവശ്യം. ആദ്യത്തേല് വലുത് ഏതാണ്? 15 ആണ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ സംഖ്യ 3/4 വലുത്. ഇതിൽ വലുത് ഏതാണ്? 56 ആണ്. അതായത് ആദ്യത്തെ 8/9 ആണ്. അപ്പൊ ഈ 3/4ഉം 8/9ഉം എഴുതിയിട്ട് അതിൽ വലുത് ഏതാണ് എന്ന് കണ്ടുപിടിക്കുകയാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ ക്രോസ് ചെയ്തു. 3 × 9 27, 4 × 8 32. ഇതിൽ വലുത് 32 ആണ്. അതായത് രണ്ടാമത്തെയാണ് വലുത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് 8/9. അപ്പോൾ വലിയ സംഖ്യ 8/9. അപ്പോൾ ഇതില് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. മറ്റേ രീതിയിലും ചെയ്യാം. അംശം ഒരുപോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഛേദം ഒരുപോലെ ആക്കിയിട്ടോ ചെയ്യാം. അടുത്ത ചോദ്യം, 54 കിലോമീറ്റർ പെർ മണിക്കൂർ (μ/s) ആണ്. ഇതിനെ 54 കിലോമീറ്റർ എന്നതിനെ ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഗുണിച്ചു. പെർ ഹവർ ആണ്. ഒരു മണിക്കൂറിനെ സെക്കൻഡ് ആക്കാൻ വേണ്ടി 60 × 60 കൊണ്ട് ഗുണിച്ചു. കിട്ടുന്നത് 15 മീറ്റർ/സെക്കൻഡ്. ഇതിലെ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 2 സംഖ്യകളുടെ ലസാഗു 36, ഉസാഗ 6. അതിൽ ഒരു സംഖ്യ 12 ആയാൽ
രണ്ടാമത്തെ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ സംഖ്യകളുടെ ലസാഗുവും മുസാഗയും തമ്മിലുള്ള ഒരു ബന്ധം, അതിന്റെ ലസാഗു, അതിനാണ് LCM എന്ന് പറയുന്നത്. LCM ഇൻറ്റു HCF. HCF എന്ന് പറഞ്ഞാൽ ഉസാഗ. ഇത് രണ്ടും കൂടിയും ഗുണിച്ചാൽ ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. അപ്പൊ 36 ഇൻറ്റു 6 സംഖ്യകളുടെ ഗുണനഫലം. അതിൽ ഒരു സംഖ്യ 12 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 36 ഇൻറ്റു 6 ബൈ 12 സമം 18.